നിന്റെ കുടുംബത്തെ ദരിദ്രനാക്കി മരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നിന്റെ കുടുംബത്തെ സമ്പന്നരായി മരിപ്പിക്കലാണ്. രോഗശമനിയായി കിടക്കുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, വഅന ദൂമാലിൻ വലാ യരിതുനി ഇല്ല ഇബ്നതി. ഞാൻ വലിയൊരു മുതലിടുവനാണ്, ഞാൻ വലിയൊരു കോടീശ്വരനാണ്, എനിക്കൊരു പെണ്ണുമകളല്ലാതെ വേറെ ഒരു അനന്തരാവകാശമില്ല. ഞാൻ എൻ്റെ മുതലിനെ, ഞാൻ എൻ്റെ സമ്പത്തിനെ ദീനിന് വേണ്ടി ചെലവഴിച്ചോട്ടെ. അപ്പോൾ തങ്ങൾ ചോദിക്കുന്നുണ്ട്, നീ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവിടെ നിന്ന് പറയുന്നു, 2/3 ഞാൻ ദീനിന് വേണ്ടി ചെലവഴിച്ചോട്ടെ. അപ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, ഇല്ല അത്രയൊന്നും കൊടുക്കണ്ട, എങ്കിൽ 1/2 ഞാൻ ദീനിന് വേണ്ടി ചെലവഴിച്ചോട്ടെ. അപ്പോഴും തങ്ങൾ പറയുന്നുണ്ട്, ഇല്ല അത്രയൊന്നും കൊടുക്കണ്ട, അത്രയൊന്നും ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ ഞാൻ 1/3 ഞാൻ ദീനിന് വേണ്ടി ചെലവഴിച്ചോട്ടെ. അപ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, 1/3 കൊടുത്തോ, അത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രയൊന്നും ദീനിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് അത്രയ്ക്കും നിർബന്ധമാണെങ്കിൽ നീ കൊടുത്തോ. എന്നിട്ട് തങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, നിന്റെ കുടുംബത്തെ ദരിദ്രനായി മരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം നിന്റെ കുടുംബത്തെ സമ്പന്നരായി മരിപ്പിക്കലാണ്. തങ്ങൾ പറയുന്നുണ്ട്, സാധാരണ സ്വതക്ക ചെയ്യുമ്പോൾ ഒരു കൂലിയാണെങ്കിൽ തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, 2 പ്രതിഫലമാണ്. സ്വതക്ക കൊടുത്തതിൻ്റെ കൂലിയും സുലത്തു റഹ്മ, കുടുംബ ബന്ധം ചേർത്തതിൻ്റെ കൂലിയും.